Hi dears, welcome to a new video. Calicut University private registration degree PG private registration applications call for ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാലമായി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിളിക്കാനായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ഇനി ഈ കൊല്ലം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിളിക്കുന്നുണ്ടോ എന്ന് വരെ എല്ലാവർക്കും ഡൗട്ടായിരുന്നു. ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്തതും അങ്ങനെ മറ്റ് പല കാരണങ്ങളാൽ വിളിക്കോ ഇല്ലേ എന്ന് പോലും ഒരു തീരുമാനമാവാതെ ഒരുപാട് കാലമായി നമ്മൾ കാത്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ഫൈനലി ഇതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിക്കും പി ജിക്കും പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിളിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തന്നെ. അപ്പം ഇതിൽ അപ്ലൈ ചെയ്യണതും മറ്റ് ഡീറ്റെയിൽസ് നമുക്കൊരു ഇന്ന് ഒരു ഡെമോ വീഡിയോ പോലെ നമുക്ക് കാണാം പി ജി ആപ്ലിക്കേഷൻ. അപ്പോൾ സിമിലർലി അതേപോലെ തന്നെയാണ് യു ജി ആപ്ലിക്കേഷനും വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. യു ജിക്കും പി ജിക്കും സെപ്പറേറ്റ് ആയിട്ട് ഏതൊക്കെ കോഴ്സുകളാണ്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, പിന്നെ നിങ്ങൾ അതിനായിട്ട് കോംപ്ലിമെൻ്ററി കോഴ്സും ഓപ്പൺ കോഴ്സും പിന്നെ എലക്റ്റീവ്സും ഒക്കെ സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇപ്പോൾ യു ജി ആയാലും പി ജി ആയാലും നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പി ജിയുടെ ഒരു ഡെമോ വീഡിയോ ആണ് കാണിക്കുന്നത്. അതായത് പി ജി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരിക, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടി വരിക. അപ്പം അത് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ലെങ്കിലും എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഭാഗം ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ കാരണം കുറച്ചധികം തന്നെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ സാധാരണ പി ജി ക്യാപ്പോ മറ്റ് അലോട്ട്മെൻറ്റ് രീതിയിലുള്ള പി ജികൾ റെഗുലർ പി ജി ഡിഗ്രി അപ്ലൈ ചെയ്തപ്പം സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു പോർഷൻ എത്തുമ്പം പറഞ്ഞു തരാം എന്തൊക്കെയാണെന്ന്. ഇനി ആ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് കാണാനാണെങ്കിൽ അവിടേക്ക് സ്കിപ്പ് ചെയ്തിട്ട് ആ ഭാഗം എടുത്തിട്ട് ശ്രദ്ധിക്കുക. ഐ മീൻ അവിടെ എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ളത് നിങ്ങൾ കാര്യമായിട്ട് നോക്കുക. ബാക്കിയൊക്കെ ഒരു റെഗുലർ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് വരുന്നത്. ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്, അതുപോലെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. ബാക്കി ബേസിക് ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കാനാണുള്ളത്. അപ്പം നമുക്ക് ഡെമോ വീഡിയോ ആയിട്ട് പി ജിയുടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇന്ന് കാണാം. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് cupbonline.uoc.ac.in എന്നതാണ്. ശ്രദ്ധിക്കുക, www.cupbonline.uoc.ac.in. SDEയുടെ സൈറ്റിൽ പോയാൽ അവിടെ പറയുന്നുണ്ടാവും നിങ്ങൾ ഈ ഒരു സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഉള്ളതെന്നാണ് അവിടെ കാണിക്കുന്നത്. സോ യു ഹാവ് ടു വിസിറ്റ്, ഒന്നുകൂടെ പറയാം, cupbonline.uoc.ac.in. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ളത് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാം. അതായത് യു ജിയുടെയും പി ജിയുടെയും പ്രൈവറ്റ് രജിസ്ട്രേഷനുള്ള ലിങ്ക് ഇവിടെ അവൈലബിൾ ആണ്. ലാസ്റ്റ് ഡേറ്റ് വിത്തൗട്ട് ഫൈൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് December 31 ആണ് രണ്ടിനും. പിന്നെ ലാസ്റ്റ് ഡേറ്റ് വിത്ത് ഫൈൻ January 10th ആണ്. ലാസ്റ്റ് ഡേറ്റ് വിത്ത് സൂപ്പർ ഫൈൻ February 28th ആണ്. So your final last date of the application is coming to be January 17th. അപ്പോൾ ഡേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സൈറ്റ് വിസിറ്റ് ചെയ്താൽ തന്നെ കാണാം. അപ്പോൾ ഈ ലാസ്റ്റ് ഡേറ്റ് വിത്ത് ഫൈൻ ആൻഡ് ഓൾ അവിടേക്കൊന്നും പോകണ്ട. നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വിത്തൗട്ട് ഫൈനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. December 31 ആണ് ആ ഡേറ്റ് വരുന്നത്. അപ്പം വിത്തിൻ December 31st എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ ഇവിടെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രോസ്പെക്ടസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ആ ഡീറ്റെയിൽസാണ് ഞാൻ മറ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പി ജിയുടെ രജിസ്ട്രേഷനിലേക്ക് പോകാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, പ്ലീസ് സപ്പോർട്ട് ദ ചാനൽ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ട് അടുത്ത് തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഈ വീഡിയോ ഒക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ആരെങ്കിലും അറിയാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാനായിട്ട്. ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ ആപ്ലിക്കേഷൻ വിത്തൗട്ട് ഫൈൻ അല്ലേ. അപ്പോൾ അതിനുള്ളിൽ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഫർമേഷൻ എല്ലാവരുമായിട്ട് പാസ് ചെയ്യുക. ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ക്ലിക്ക് ഓൺ ടു പ്രൈവറ്റ് രജിസ്ട്രേഷൻ അഡ്മിഷൻ ടു PG പ്രോഗ്രാം 2020. അപ്പോൾ നമ്മളിതാ PG പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ പേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കാം. ഇഫ് യു ആർ എ ന്യൂ യൂസർ ക്ലിക്ക് ഓൺ സൈൻ അപ്പ് ബട്ടൺ. ഇവിടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ആണ് ചോദിക്കുന്നത്, ലോഗിൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ന്യൂ യൂസർ ആയതുകൊണ്ട് സൈൻ അപ്പ് ആണ് ചെയ്യേണ്ടത്.
ഇനി എന്തൊക്കെയാണ് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്? ആധാർ നമ്പർ, ഇമെയിൽ ID ആൻഡ് യുവർ 10 ഡിജിറ്റ് മൊബൈൽ നമ്പറാണ് അവിടെ എൻട്രി ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആധാർ നമ്പറും ഇമെയിൽ ID വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക. ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അല്ല, ആധാർ നമ്പറും ഇമെയിൽ IDയും. പിന്നെ ആഫ്റ്റർ സക്സസ്ഫുൾ രജിസ്ട്രേഷൻ ഗോ ടു യുവർ രജിസ്ട്രേഷൻ ലിങ്ക് ആൻഡ് സൈൻ ഇൻ യൂസിങ് യുവർ ആധാർ നമ്പർ ആൻഡ് ഇമെയിൽ ID. ഓക്കെ, അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഹോം പേജിൽ വന്നിട്ട് ഇവിടെ ആധാർ നമ്പറും ഇമെയിൽ ID എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ആഫ്റ്റർ സക്സസ്ഫുൾ ലോഗിൻ യു വിൽ ബി റീഡയറക്റ്റഡ് ടു ഡീറ്റെയിൽസ് എൻട്രി പേജ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. While choosing the course, please opt the required course. Course once selected cannot be modified later. Other personal details can be edited until you make the final submit. അപ്പോൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന അവിടെ നിങ്ങൾ ബി എക്സ്ട്രാ കെയർഫുൾ. അപ്പോൾ കോഴ്സ് നിങ്ങൾ വൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന് യൂണിവേഴ്സിറ്റി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക? ഫസ്റ്റ് പേരിൽ തെറ്റ് വരുത്താതിരിക്കുക. പിന്നെ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID അതും തെറ്റുകളൊന്നും വരുത്താതെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. കാരണം കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് അതിലായിരിക്കും വരും. പിന്നെ കോഴ്സും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഡീറ്റെയിൽ എൻട്രി, ഫോട്ടോഗ്രാഫ് അപ്ലോഡ്, യു വിൽ ബി റീഡയറക്റ്റഡ് ടു പേയ്മെൻറ്റ് പേജ്. അപ്പോൾ ലാസ്റ്റാണ് പേയ്മെൻറ്റ് വരുന്നത്. അത് നോക്കുക. ആദ്യം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആദ്യം തന്നെ പേയ്മെൻറ്റ് ആയിരുന്നു. പക്ഷേ ഈ കൊല്ലം നിങ്ങൾ ഫൈനലിയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഓഫ്ലൈൻ മോഡ് പേയ്മെൻറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നൗ ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് അലോങ് വിത്ത് അപ്ലിക്കേഷൻ. അപ്പോൾ ഇത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് അല്ല കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട്, ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ 1 to 7 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. അതായത് ആപ്ലിക്കേഷൻ ഓഫ്ലൈനായിട്ട് അയക്കുന്ന സമയത്ത് കൂടെ കരുതേണ്ട സാധനങ്ങളാണ്, കൂടെ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ്? ഒറിജിനൽ ചലാൻ റെസിപ്റ്റ് ഫോർ റിക്വയർഡ് ഫീ, ഒറിജിനൽ TC, ഒറിജിനൽ ആൻഡ് കോപ്പീസ് ഓഫ് യുവർ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് SSLC. അത് മറക്കാതിരിക്കുക. നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കോപ്പി മാത്രം വെച്ചാൽ പോരാ, അതിലൊന്ന് സൈൻ ഇട്ട് പേരെഴുതിയിട്ട് കൂടെ അയക്കാൻ നോക്കുക. പിന്നെ കോപ്പി ഓഫ് യുവർ ആധാർ, ദോസ് ആർ എലിജിബിൾ ഫോർ മാർക്ക് റിലാക്സേഷൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മറ്റ് ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അഡീഷണൽ PG ആണെങ്കിൽ നിങ്ങളുടെ ഒറിജിനലി കഴിഞ്ഞിട്ടുള്ള PGയുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ PG സർട്ടിഫിക്കറ്റും കൂടെ കരുതണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് ഓഫ്ലൈനായിട്ട് സെൻഡ് ചെയ്യുമ്പോൾ, യൂണിവേഴ്സിറ്റിയിലേക്ക് സെൻഡ് ചെയ്യുമ്പം കൂടെ അയക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് സൈനപ്പിലേക്ക് പോവാം. സോ ക്ലിക്ക് ഓൺ ടു സൈനപ്പ് ഹിയർ. സൈനപ്പിൽ ചോദിച്ചിട്ടുള്ളത് യുവർ നെയിം, യുവർ ആധാർ നമ്പർ, യുവർ ഇമെയിൽ ID ആൻഡ് യുവർ മൊബൈൽ നമ്പർ. അപ്പോൾ ഈ 4 ഫീൽഡ്സ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റിന് കൊടുത്താൽ മതി. ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക്, അതുപോലെ മെയിലായിട്ട് മൊബൈലിലേക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ആധാർ നമ്പറും ഇമെയിൽ ID യൂസ് ചെയ്താണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ IDയും കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആ മൊബൈൽ നമ്പറിലേക്കായിരിക്കും വരിക. സോ ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ടൊന്ന് സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലോഗിൻ പേജിൽ പോയിട്ട് ഫസ്റ്റ് മുതലുള്ള ആപ്ലിക്കേഷൻ കാണാം. സോ ലെറ്റ് മീ എൻ്റർ ദീസ് ഡീറ്റെയിൽസ് അറ്റ് ഫസ്റ്റ്. നമ്മൾ ആ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തപ്പം ഒരു OTP വന്നിട്ടുണ്ട്. കൊടുത്തിട്ടുള്ള ഫോൺ ഫോണിലേക്കാണ് വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുള്ളത്, SMS. നമുക്ക് ആ കോഡൊന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, ക്ലിക്ക് ഓൺ ടു വെരിഫൈ. So okay, now you can log in for registration. Okay. So ഉടനെ തന്നെ നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ മെയിൽ IDയും ആധാർ നമ്പറും, അതായത് നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ക്രെഡൻഷ്യൽസ് SMS ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആധാർ നമ്പറും ഇമെയിൽ IDയും എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യും. സോ നമ്മൾ ആധാർ നമ്പറും ഇമെയിൽ IDയും കൊടുത്തിട്ട് ലോഗിൻ ചെയ്തു. അപ്പോൾ ലോഗിൻ ചെയ്തപ്പം ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രൈവറ്റ് രജിസ്ട്രേഷൻ ടു PG പ്രോഗ്രാം 2020. സോ നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ്, നെയിം ഓൾറെഡി നമ്മൾ കൊടുത്തത് വന്നിട്ടുണ്ടാവും, ഫീഡായിട്ടുണ്ടാവും. ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഏജ്, പിന്നെ ജെൻഡർ, നെയിം ഓഫ് യുവർ പാരൻറ്റ്,
ആനുവൽ ഇൻകം, കാറ്റഗറി, കമ്മ്യൂണിറ്റി, കാറ്റഗറി വരുന്നത് SC ST OBC ജനറൽ OEC ഇത്രയും കാറ്റഗറി വരുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. പിന്നെ വെദർ എംപ്ലോയിഡ് ഇൻ ഗവൺമെൻറ് ഓർ കോസി ഗവൺമെൻറ് ഓർ പബ്ലിക് സെക്ടർ, അപ്പോൾ അവിടെ യെസ് ഓർ നോ സെലക്ട് ചെയ്യുക. വെദർ ഹാൻഡിക്യാപ്ഡ് സെലക്ട് നൺ, ഒന്നുമില്ലെങ്കിൽ നൺ കൊടുക്കുക, അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ്, ബ്ലൈൻഡ്, ബോത്ത് ഹാൻഡിക്യാപ്ഡ് ആൻഡ് ബ്ലൈൻഡ്, അങ്ങനെ ഓപ്ഷൻസ് ആണുള്ളത്. വെദർ അഡീഷണൽ PG ഓർ നോട്ട്, അതായത് നിങ്ങൾ മറ്റ് PG ചെയ്തിട്ടുണ്ടോ. ആധാർ നമ്പർ ഓൾറെഡി ഫീഡ് ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജിൽ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഹൗസ് നെയിം, പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ്, ലാൻഡ് ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID. അപ്പോൾ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഓൾറെഡി ഫീഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി സെയിം അഡ്രസ്സാണ്, പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ടിക്ക് ചെയ്താൽ മതി. ഇനി ക്വാളിഫയിങ് ഡീറ്റെയിൽസ്, മോഡ് ഓഫ് സ്റ്റഡി, നിങ്ങൾ ഡിഗ്രി പഠിച്ചത് ഡിസ്റ്റൻസ് ആയിട്ടാണോ, റെഗുലർ ആണോ, ഓപ്പൺ ഡിഗ്രി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി റെഗുലർ കൊടുത്ത് കോഴ്സ് ഏതാണ്, ഡിഗ്രി ഏതാണ് പഠിച്ചത് എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. സോ യു ഹാവ് ടു മെനി ഡിഗ്രീസ് ഹിയർ. ഓക്കെ, BA എക്കണോമിക്സ് കൊടുക്കാം. ഇനി കോമൺ കോഴ്സ് ചോദിക്കുന്നുണ്ട്. ഈ കോമൺ കോഴ്സും നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്ട്സും മറ്റേ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വീഡിയോവിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോമൺ കോഴ്സ് കൊടുക്കുക. ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ യു ക്യാൻ സെലക്ട് എനി ഓഫ് ദ ലാംഗ്വേജസ് ഫ്രം ദിസ് കോമൺ കോഴ്സ്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഡിഗ്രി പഠിച്ചത്. ഇപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഇത് ഗ്രാജുവേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. കോമൺ കോഴ്സ്, അതായത് നിങ്ങളെ ഡിഗ്രിക്ക് ഏത് കോമൺ കോഴ്സാണ് പഠിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ ചോദിച്ചത്. അപ്പോൾ അത് ഡിഗ്രിക്ക് പഠിച്ച കോമൺ കോഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലാണോ അല്ലെങ്കിൽ അല്ലേ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവാലുവേഷൻ മോഡ്, മാർക്സ് ആണോ ക്രെഡിറ്റ് സിസ്റ്റം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ടോട്ടൽ മാർക്സ്, ദെൻ മാക്സിമം മാർക്സ്, പിന്നെ പാസ് ഇയർ, രജിസ്റ്റർ നമ്പർ, പിന്നെ മാർക്സ് ഒബ്റ്റെയിൻഡ് ആൻഡ് മാക്സിമം മാർക്സ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ മാർക്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹയർ സെക്കൻഡറി നിങ്ങളുടെ +2 ഡീറ്റെയിൽസ് ആണ്. എക്സാമിനേഷൻ ബോർഡ്, ദെൻ ഗ്രൂപ്പ്, സയൻസ് ഗ്രൂപ്പ് ആണോ, മറ്റ് ഡീറ്റെയിൽസ്, സബ്ജക്ട്സ്, മാർക്സ് ഒബ്റ്റെയിൻ, മാക്സിമം മാർക്സ്, പാസ് ഇയർ. അപ്പോൾ അത്രയാണ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത്. പിന്നെ വരുന്നത് യുവർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ കോർ കോഴ്സ് ഇവിടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഇത് ഒറ്റ പ്രാവശ്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കോർ കോഴ്സ് ഇപ്പോൾ നമ്മൾ PG അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇത്രയും PG സബ്ജക്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നൊരു PG സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഒരു സബ്ജക്റ്റ് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇത് നിങ്ങൾ ഇനി പല പ്രാവശ്യം പല അലോട്ട്മെൻറ്റോ പല രീതിയിലും എഡിറ്റൊക്കെ വരുന്നതായിരിക്കും. പക്ഷെ ആ സമയത്തൊന്നും ഈ കോർ കോഴ്സ് നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് തന്നെ കൊടുക്കുക. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ നെയിം മാറ്റാൻ കഴിയില്ല. പിന്നെ ഫോൺ നമ്പറും ഇമെയിൽ IDയും, അത് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആ ഫോൺ നമ്പറിലും മെയിലിലും ആണ് വരിക. അപ്പോൾ അത് ശ്രദ്ധിച്ച് കൊടുക്കുക. അപ്പം ഈ കോർ കോഴ്സും ശ്രദ്ധിക്കുക. മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തിയെങ്കിൽ പല ഓപ്ഷൻസും ഉണ്ട് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനായിട്ട്. അഡ്മിഷൻ എടുക്കുന്നത് വരെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റി തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻസ് ആയിട്ടാണ് അത് വരിക. അത് ശ്രദ്ധിച്ചിട്ട് ആ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്താൽ മതി. ഇനി ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ടു ഡ്രാഫ്റ്റ് ആൻഡ് പ്രൊസീഡിന് ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തപ്പം സെക്കൻഡ് പേജിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് പേജിൽ ഇവിടെ ടോപ്പ് റൈറ്റിൽ നിങ്ങൾക്ക് കാണാം അപ്ലോഡ് യുവർ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ്. അപ്പോൾ ഇവിടെ ബ്രൗസ് കൊടുത്തിട്ട് നിങ്ങൾ സിസ്റ്റത്തിലാണെങ്കിൽ അത് അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ വരുന്നത് പിന്നെന്താ പേജിൻ്റെ ലാസ്റ്റ് വരുന്നുണ്ട് നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ എലക്റ്റീവ് കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ നോക്കാം, എക്സാമിനേഷൻ സെൻറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുണ്ട്. ഏതൊക്കെ കോളേജിലാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ MSc മാത്തമാറ്റിക്സ് ആണ് കോഴ്സ് കൊടുത്തിട്ടുള്ളത്, കോർ കോഴ്സ്. അപ്പോൾ നിങ്ങളെ കോർ കോഴ്സിനനുസരിച്ച് ഇത് മാറാം. ഇവിടെ MSc മാത്തമാറ്റിക്സ് എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള എക്സാം സെൻറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ
എലക്റ്റീവ് കോഴ്സുകൾ 3rd സെമസ്റ്ററിലും 4th സെമസ്റ്ററിലും വരുന്ന എലക്റ്റീവ് കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എലക്റ്റീവ് പേപ്പേഴ്സ്. ഈ 4 ഫസ്റ്റ് കൊടുത്തിട്ടുള്ള 4 നിന്നും ടോട്ടൽ നിങ്ങൾ 4 എലക്റ്റീവ് പേപ്പറാണ് പഠിക്കേണ്ടത് ഒരു കോഴ്സിന്. അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഈ 3rd സെമ്മിൽ ഒരു എലക്റ്റീവ് പേപ്പറും 4th സെമ്മിൽ 3 എലക്റ്റീവ് പേപ്പേഴ്സുമാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് സെമ്മ് 3rd സെമ്മിന്ന് നമുക്ക് ഒരു എലക്റ്റീവ് പേപ്പർ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ പിന്നെ 4th സെമ്മിന്ന് 4th സെമ്മിന്ന് 3 എലക്റ്റീവ് പേപ്പേഴ്സ് കൊടുക്കണം. അപ്പം ലെറ്റ്സ് ഗീവ് ദിസ് ആൻഡ് ഗ്രാഫ് തിയറി. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് 4 എലക്റ്റീവ് പേപ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട്, അപ്പോൾ ഇത് നിങ്ങളുടെ കോഴ്സിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇത് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. ഈ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ സൈസ് മാക്സിമം സൈസ് 150 KB ആയിരിക്കണം. അതേപോലെ അത് PDF ഫോർമാറ്റിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോവാം. പിന്നെ SSLC സർട്ടിഫിക്കറ്റ്, ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, ഡിഗ്രി കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് വേണം, പ്രൊവിഷണൽ ഓർ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഡിഗ്രിയുടെ ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൊവിഷണൽ അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, അതർ ദാൻ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ ഡിഗ്രി എടുത്തതെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. TC വേണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ സർട്ടിഫിക്കറ്റ് ഫ്രം ദ അതോറിറ്റി ഫോർ മാർക്ക് റിലാക്സേഷൻ, അത് കുറേ റിസർവേഷൻ ഉള്ളവർക്ക് മാർക്ക് റിലാക്സേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് പറഞ്ഞിട്ടുണ്ട്. ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൻഡ് വിഷ്വലി ചാലഞ്ച്ഡ് കാൻഡിഡേറ്റ്സിനാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടത്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് പിന്നീട് വരുമ്പം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ്, ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് കൂടെ പ്രിൻ്റ് ഔട്ട് വെക്കുന്നതല്ല, ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. പിന്നെ ഇനി ലാസ്റ്റ് ഇനി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ നമ്മൾ ആപ്ലിക്കേഷൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ, പക്ഷേ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അൺലൈക്ക് നമ്മുടെ PG ക്യാപ്പ് പോലെയല്ല, ഇവിടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ഡ്രാഫ്റ്റ് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് എല്ലാം കറക്റ്റ് ആണെന്ന് കണ്ടതിന് ശേഷം സബ്മിറ്റ് ആൻഡ് പേ എന്ന് കൊടുക്കാം. സോ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്തു. സോ ക്ലിക്ക് ഓൺ ടു ഓക്കെ ഫോർ പേയ്മെൻറ്റ്. ഇനി പേയ്മെൻറ്റ് ചാർജ് വരുന്നത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഫീ ഈസ് 1500 rupees, 1500 രൂപ പ്ലസ് പോസ്റ്റൽ ചാർജസ് 60 രൂപയും കൂടിയുണ്ട്. ടോട്ടൽ യു ഹാവ് ടു പേ 1560, 1560 രൂപയാണ് ഫീ ആയിട്ട് വരുന്നത്. സോ കണ്ടിന്യൂ. പേയ്മെൻറ്റ് മെത്തേഡ്സ്, എല്ലാ മെത്തേഡ്സും ഇത് അവൈലബിൾ ആണ്. ഓൺലൈൻ SBI പേയ്മെൻറ്റ്, പിന്നെ ബാങ്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്സ് SBI പേയ്മെൻറ്റ് സിസ്റ്റം, പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയും അക്ഷയ വഴിയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെലക്ട് എനി ഓഫ് ദീസ് ആൻഡ് എൻ്റർ യുവർ ഡീറ്റെയിൽസ്. അങ്ങനെ പേയ്മെൻറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റായി. പിന്നെ അതിൽ എഡിറ്റ്സ് വരുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഡ്രാഫ്റ്റൊക്കെ സേവ് ചെയ്യുമ്പം ആദ്യം തന്നെ നോക്കി എല്ലാ തെറ്റുകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണേ സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്, ഒരുപാട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ തമ്മിൽ മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അതൊക്കെ കറക്റ്റ് അല്ലേന്ന് ഉറപ്പ് വരുത്തിയിട്ട് സബ്മിറ്റ് ചെയ്യാം. സോ ഇനി പേയ്മെൻറ്റ് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് പാത്വേ സെലക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൂടി ചെയ്യാം. സോ താങ്ക് യു.